നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരകുടുംബമാണ് ജയറാമിന്റേത്. ജയറാമും പാർവതിയും ഓരോ കുടുംബ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ടവരുമാണ്. ഈ താരദമ്പതിമാരുടെ ഓരോ വാർത്തകളും വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും. ഒരുമിച്ച് സിനിമയിൽ നായകനായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത്. ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനമെടുക്കുകയായിരുന്നു. പിന്നീട് 2 മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയായിരുന്നു. താരവിവാഹങ്ങളിൽ എല്ലാവരും മാതൃകയാക്കുന്ന ദമ്പതികളാണ് ജയറാമും പാർവതിയും. ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചിഴച്ച് പ്രണയിച്ചവർ. വീട്ടുകാരെ എതിർത്ത വിവാഹം, 33 വർഷത്തെ ദാമ്പത്യം. ഇപ്പോൾ മക്കളെ കെട്ടിച്ചുവിട്ട് വീണ്ടും പ്രണയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇരുവരും. ജയറാമിന്റെ ഓരോ വിജയത്തിലും പരാജയത്തിലും ഒപ്പം നിന്നിട്ടുള്ള ആളാണ് പാർവതി. ഇപ്പോഴത്തെ ജയറാമിന്റെ പുതിയ സന്തോഷത്തിനൊപ്പവും പാർവതിയുണ്ട്. ജീവിതത്തിലെ പുതിയ നേട്ടത്തെക്കുറിച്ച് പറയുകയാണ് നടൻ ജയറാം. ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം നടൻ ജയറാമിന് ലഭിച്ചിരിക്കുകയാണ്. കേരള ഗവർണറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ സന്തോഷം സമൂഹ മാധ്യമത്തിലൂടെയാണ് നടൻ പങ്കുവച്ചത്. അവാർഡ് നൽകി ആദരിക്കപ്പെട്ടതിൽ തന്റെ ഹൃദയാംഗമമായ നന്ദിയും ആഴമേറിയ ബഹുമാനവും താൻ പ്രകടിപ്പിക്കുന്നുവെന്ന് ജയറാം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വളരെ വിനയത്തോടും അഭിമാനത്തോടും കൂടി താൻ ഈ അംഗീകാരം സ്വീകരിക്കുന്നെന്നും നടൻ പറഞ്ഞു. തന്റെ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇത് നിലകൊള്ളുന്നു. പുതുക്കിയ സമർപ്പണത്തോടെയും ശക്തമായ ഉത്തരവാദിത്വബോധത്തോടെയും തന്റെ ശ്രമങ്ങൾ തുടരാൻ തന്നെ ഈ അംഗീകാരം പ്രചോദിപ്പിക്കുന്നുവെന്നും ജയറാം കുറിച്ചു. ഈ പ്രത്യേക നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ തന്റെ ഭാര്യ തന്നോടൊപ്പം ഉണ്ടെന്നതിൽ സന്തോഷവാനും അനുഗ്രഹീതനുമാണെന്ന് ജയറാം പറഞ്ഞു. ഇത് ഈ സന്ദർഭത്തെ കൂടുതൽ അവസ്മരണീയവും അർത്ഥവത്താക്കിയെന്നുമാണ് നടൻ പറഞ്ഞത്. ഈ യാത്രയിലുടനീളം എന്നെ പിന്തുണച്ചതും നയിച്ചതുമായ എന്റെ എല്ലാ ഉപദേഷ്ടാക്കൾക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു എന്നാണ് താരം പറഞ്ഞത്. തുടർച്ചയായി പ്രതിബദ്ധതയുള്ള സേവനത്തിനായി പ്രാർത്ഥനകളോടെ ബഹുമാനപൂർവ്വം ജയറാം എന്നാണ് താരം സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. താരത്തിന്റെ പുത്തൻ നേട്ടത്തിൽ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തുന്നത്. അതേസമയം ജയറാമിന്റെ പോസ്റ്റും വൈറലായിരുന്നു. ശ്രീ ചിത്ര തിരുനാൾ അവാർഡ് സ്വീകരിക്കാനായി ജയറാം എത്തിയപ്പോൾ പാർവതിയും കൂടെയുണ്ടായിരുന്നു. എന്റെ കരിയറിലെ സുപ്രധാനമായ ഒരു നിമിഷമായിരുന്നു അത്. അഭിനേതാവ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം കൂടുതലായിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് താരം പറയുന്നത്. ഭാര്യയുടെ കൂടെയായി ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന നിമിഷമായിരിക്കും ഇത്. പാർവതിയെ മെൻഷൻ ചെയ്തായിരുന്നു ജയറാം സന്തോഷം പങ്കുവച്ചത്. നിരവധി പേരാണ് ലൈക്കുമായി എത്തിയത്. ക്ലീൻ ഷേവ് ലുക്കിലായിരുന്നു ജയറാം. ഇതെന്താണ് ഇങ്ങനെയൊരു ലുക്ക്, പുതിയ സിനിമ ഏതാണ് തുടങ്ങി നിരവധി കമന്റുകളായിരുന്നു ചിത്രത്തിന് താഴെയുള്ളത്. പ്രേംനസീർ കട്ട് പോലെ ഉണ്ടായിരുന്നു എന്നാണ് ചിലർ പറഞ്ഞത്. അതേസമയം ഈ സന്തോഷത്തിൽ ആരാധകരും പങ്കുചേർന്നു. അതേസമയം വിവാഹശേഷം സിനിമ വേണ്ടെന്ന് തീരുമാനിച്ചത് പാർവതിയാണ്. ഇപ്പോഴും അവസരങ്ങൾ വരുന്നുണ്ട്, എന്നാൽ അതിന് സമയമില്ലെന്നും താല്പര്യമില്ലെന്നും പറഞ്ഞത് പാർവതിയാണെന്നാണ് ജയറാം പറയുന്നത്. അഭിമുഖങ്ങളിലെല്ലാം ഇതേ ചോദ്യം ഉണ്ടാവാറുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം പാർവതിയും പങ്കെടുക്കാറുണ്ട്. താൻ അഭിനയ ജീവിതവുമായി മുന്നേറുമ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് പാർവതിയാണെന്ന് ജയറാമും പറഞ്ഞിരുന്നു. ആഗ്രഹിച്ചതുപോലെയായി മക്കളുടെ വിവാഹം നടത്താനായതിന്റെ സന്തോഷമായിരുന്നു നേരത്തെ പാർവതി പങ്കുവച്ചത്. ആഗ്രഹങ്ങളെല്ലാം സഫലമായതിന്റെ സന്തോഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോഴും പാർവതി പങ്കുവച്ചിരുന്നു. ജയറാമിന് അവാർഡ് ലഭിച്ച സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ജയറാം നേരത്തെ പറഞ്ഞ ഒരു ഇന്റർവ്യൂവും വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. ജയറാമിന്റെ ജീവിതത്തിൽ ഇടയ്ക്ക് എവിടെയോ വെച്ച് അദ്ദേഹത്തിന് കരിയറിൽ വീഴ്ച സംഭവിച്ചു. മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ജയറാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഒരു കാര്യത്തിലും അമിതമായി ദുഃഖിക്കാനോ സന്തോഷിക്കാനോ പോകാറില്ല. ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറമാണ് ഈശ്വരൻ എനിക്ക് നൽകിയത്. അതിൽ ഞാൻ എന്നും സന്തോഷവാനും തൃപ്തിയുള്ളവനുമാണ്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ച ഒരു നിമിഷമുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 8 മാസമായി ഞാൻ വീട്ടിലുണ്ട്. സ്ഥിരമായി വിളിക്കുന്ന ആളുകൾ പോലും വിളിക്കാതെയായി. 12 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ഇയാൾക്ക് ഇനി പണിയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിപ്പോയി. വിജയമില്ലെങ്കിൽ ആളുകൾ അപ്പോൾ സ്ഥലം വിട്ടുകളയും. സുഹൃത്തുക്കളായാലും സിനിമയിലെ മറ്റാരായാലും ആരും എന്നെ ഒന്നും വിളിക്കാറില്ല. ഇനി നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോണും എടുക്കില്ല. അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ പെരുമാറ്റം അനുഭവപ്പെടും. സിനിമ വേണമെന്നോ ധനസഹായം വേണമെന്നോ ഒന്നും ഇവരിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചല്ല ഞാൻ ഈ വിളിക്കുന്നത്. എനിക്ക് വല്ലപ്പോഴുമുള്ള അവരുടെ ആ വിളികൾ മാത്രം മതി. അതൊക്കെയല്ലേ ഒരു സന്തോഷം. അതുപോലും എനിക്ക് നഷ്ടപ്പെട്ട് ആ 8 മാസം മാനസികമായി ഏറെ വിഷമിച്ചിരുന്നു. പരാജയങ്ങൾ എല്ലാ മേഖലയിലുമുണ്ട്. ജീവിതത്തിൽ പരാജയങ്ങൾ വേണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന സന്തോഷത്തിനും ചിരിക്കും ഒക്കെ വലിയ വിലയുണ്ട്. എന്റെ നല്ല സമയത്ത് വലിയ പ്രതിഫലമൊക്കെ കിട്ടി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന സന്തോഷത്തിനും ചിരിക്കുമൊക്കെ വലിയ വിലയുണ്ട്. എന്റെ നല്ല സമയത്ത് വലിയ പ്രതിഫലമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പണത്തിലെ വില അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു 10,000 രൂപ കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെയാണ്. ഞാനും ഭാര്യയും അത് ആഘോഷിച്ചിട്ടുണ്ട്. പല സമയത്തും എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പിന്തുണയായി നിന്നത് എന്റെ അശ്വതിയാണ്. ചെറിയ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യേ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പാടൊന്നുമില്ലെന്ന് പറയുമായിരുന്നു. നമുക്ക് എന്ത് തോന്നിയാലും പുറകിൽ ഒരാൾ ഒരു പ്രശ്നമില്ല എന്ന് പറയാനുണ്ടാകുമ്പോൾ ഒരു ഫലമാണെന്നും ജയറാം പറയുന്നു. അതേസമയം അടുത്തിടെയായിരുന്നു നടൻ തന്റെ 60ാം പിറന്നാൾ ആഘോഷമാക്കിയത്. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു മകൻ കാളിദാസിന്റെയും വിവാഹം. ഈ വേളയിലായിരുന്നു പിറന്നാൾ ആഘോഷം. തുടർന്ന് നടൻ മാധ്യമോട് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു.
കണ്ണദാസൻ പറഞ്ഞ വരികളുണ്ട്. ജനിക്കുന്ന വയസ്സൊന്ന്, പള്ളിക്കൂടത്തിൽ ചേർക്കാനായി കൊടുക്കുന്ന കള്ള വയസ്സൊന്ന്, അത് കഴിഞ്ഞ് ജോലി കിട്ടാനും മറ്റും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പറയുന്ന വയസ്സ് ഒരുപാടുമുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മനസ്സ് പറയുന്ന ഒരു വയസ്സുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രായം കുറവാണ്. എൻ്റെ SSLC ബുക്കും പാസ്പോർട്ട് നോക്കിയാൽ 1965 ഡിസംബർ 10 എൻ്റെ ജനനതീയതി. അങ്ങനെ നോക്കിയാൽ എനിക്ക് 59 വയസ്സേ ഉള്ളൂ. 60 തുടങ്ങുന്നുവെന്നും വേണമെങ്കിൽ പറയാം. എൻ്റെ പ്രായം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നരയും ശരീരത്തിലെ ചുളിവുകളുമെല്ലാം ഞാൻ ആസ്വദിക്കുന്നു. നമ്മൾ മെച്ചോർഡായി എന്ന് തോന്നുക കൂടി ചെയ്യും പ്രായം കൂടുമ്പോഴെന്ന് ജയറാം പറഞ്ഞിരുന്നു. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജയറാം ജനിച്ചത്. കാലടിയിലുള്ള ശ്രീശങ്കര കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ നിരവധി പുരസ്കാരങ്ങൾ ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ തന്റെ 60ാം പിറന്നാൾ ആഘോഷമാക്കിയ നടനെയും നമ്മൾ കണ്ടതാണ്. ഇത്തവണത്തെ പിറന്നാൾ കുടുംബത്തിനൊപ്പം ഏറെ സ്പെഷ്യലാണെന്നാണ് നടൻ പറഞ്ഞിരുന്നത്. മരുമക്കൾ കൂടി കുടുംബത്തിലേക്ക് എത്തിയ ശേഷം വരുന്ന ആദ്യ പിറന്നാളായിരുന്നു. ചെന്നൈയിൽ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇത്തവണത്തെ ആഘോഷം ഉണ്ടായിരുന്നത്. ഈ വേളയിൽ അദ്ദേഹം മാധ്യമങ്ങളോടും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടി. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം 60 വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ്. 70ലും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു. എന്റെ പെങ്ങളാണ് അത് തരേണ്ടത്. വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ 60 എന്ന് അറിയില്ലേ എന്ന് ഓർത്തുകൊണ്ടാകും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതി തമാശ രൂപേണ പറഞ്ഞത്. മക്കളും ഭാര്യയുമെല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷേ തനിക്ക് അതിനൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു. എനിക്ക് എല്ലാ പിറന്നാളിലും സർപ്രൈസുകളുടെ ബഹളമാണ്. അശ്വതിയും കുട്ടികളും എനിക്കത് തരും. പക്ഷെ ഞാൻ ഇവരുടെ പിറന്നാളും മറ്റും മറന്നുപോകും. ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല. എനിക്ക് ഡയറിയോ മാനേജറോ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോകും. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇരിപ്പാകും പലപ്പോഴും. എന്റെ ഭാഗത്തു നിന്നും പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്ന് നടൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ താനില്ലെങ്കിൽ ജയറാം മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡ് ആണെന്ന് പാർവതിയും കൂട്ടിച്ചേർത്തു. ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാൻ ഇല്ലാതെ പോകില്ല. ഞാനില്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡ് ആണ് ജയറാം. എല്ലാത്തിനും ഒപ്പം തന്നെ വേണമെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജയറാം ജനിച്ചത്. കാലടിയിലുള്ള ശ്രീശങ്കര കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ നിരവധി പുരസ്കാരങ്ങളും ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.